യുപ്രതിഭ MLA മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെയാണ് നിസ്സാരവൽക്കരിച്ച് മന്ത്രി സജി ചെറിയാൻ വ്യാഖ്യാനം നടത്തിയത്. കുട്ടികളല്ലേ, കൂട്ടുകൂടി കാണും, വലിച്ചു കാണും, അതിത്ര വലിയ കാര്യമാണോ? മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് ഒരു കേസുമില്ല. ആ FIR താൻ വായിച്ചു നോക്കിയെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. പ്രതിഭാരുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാട്ടാ, വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയും. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നാൽ വീടി വലിക്കുമായിരുന്നു, കെട്ടുകിടക്കുന്ന വീടി വലിക്കുന്ന സമയത്ത് അടുത്ത സമയത്ത് വലിക്കും. അങ്ങനെ ചെറുക്കാശീലോ പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി കേരളം ഈ പ്രതികരണം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം മന്ത്രിയാണ്, ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് കൂളായി കാര്യങ്ങൾ പറയുന്നത്. സജി ചെറിയാനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങളൊക്കെ സില്ലിയായി കാണുന്നത് ആദ്യമായില്ല. ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ച വ്യക്തിയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോഴിതാ കലൂരുണ്ടായ അപകടത്തിൽ സുരക്ഷാ വീഴ്ചയെല്ലാം കണ്ട് അവിടെ ആസ്വദിച്ച ശേഷം തൻ്റെ PA പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ഗൺമാൻ പറഞ്ഞിരുന്നു അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു വാക്കുകൂടി ഉണ്ടാകുന്നത്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീ MK ഹരിദാസ്, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധിയും, റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകനും ചേരുകയാണ്. ശ്രീ MK ഹരിദാസ്, അതായത് വിഷയം എന്താണ്? യുപ്രതിഭ MLA മകൻ ഉൾപ്പെട്ട ഒരു കേസാണ്. ആ കേസിന്റെ ആധികാരികത എന്താണ്? NDPS ആക്ട് 27 വകുപ്പ് പ്രകാരം എടുത്ത കേസാണ്. അതിൽ 9ാം പ്രതിയാണ്. ആ പ്രതിയുമായി ബന്ധപ്പെട്ട് കേസിന്റെ നടപടികൾ എടുക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നത് എന്താണ്? ഇടയ്ക്കൊക്കെ കുട്ടികളായാൽ കൂട്ടുകൂടും, അവർ വർത്തമാനം പറയും, ഇടയ്ക്കൊക്കെ ഓരോ പുകയടിക്കും. ഞാനും പുകയടിച്ചിട്ടുണ്ടത് ജയിലിൽ കിടന്നപ്പോൾ. MD കാണുമ്പോൾ അദ്ദേഹം ഒരു കെട്ട് ബീഡിയുമായിട്ടാണ് അദ്ദേഹത്തെ കാണാറുള്ളത്. ഇതൊക്കെ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഗൗരവമുണ്ടോ? ഈ പ്രസ്താവന കേട്ട ശേഷം അങ്ങേക്ക് തോന്നിയത് എന്താണ് ശ്രീ ഹരിദാസ്? നോക്കൂ, ഭരണത്തിന്റെ അഹങ്കാരം തലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പ്രത്യേകിച്ച് തുടർഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ജനങ്ങളോട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കണക്കാക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം വേണം ഇത്തരത്തിലുള്ള ഈ വിടുവായത്വം പറയുന്നവരെ നിയന്ത്രിക്കാൻ. ഇതിപ്പോ ഈ മന്ത്രിസഭാ യോഗം കൂടുമ്പോ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം പിടിച്ചു പറ്റുന്ന ഈ ഘടകകക്ഷികളിൽ ആരെങ്കിലും ഒരാൾ പറയുമെന്ന് പ്രതീക്ഷ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. MT വാസുദേവൻ നായര് പുകവലിക്കുന്നത് പ്രായപൂർത്തിയായിട്ടാണ്. ഇദ്ദേഹം ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും കണ്ടതുപോലെ തന്നെയുള്ള ഒരു വിഷയമാണിത്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉള്ളതല്ലേ? സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ മദ്യത്തിന്റെ കുപ്പിയിലൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ? അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അതിന് ഉത്തരവാദപ്പെട്ട ഭരണഘടന വിഭാവനം ചെയ്ത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് പറയുന്നത്. എന്താ ഒരു 14-കാരനോ 15-കാരനോ പുകവലിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ദോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കിയിട്ട് ജനാധിപത്യപരമായി കൊഞ്ഞനം കുത്തലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, കേവലം 3 ദിവസം മുമ്പാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ 14 വയസ്സുകാരൻ ഒരാളെ കുത്തിക്കൊന്നിട്ടുള്ളത്. ലഹരി മരുന്നിന് അടിമയായിരുന്നു ആ കുട്ടി എന്നാണ് പറയുന്നത്. കുട്ടിയെന്നേ നമുക്ക് അവരെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ വട്ടം കൂടിയിരുന്ന ഈ പ്രതിഭയുടെ മകനെ പിടിപ്പിച്ചിട്ടുള്ളത് പ്രതീക്ഷ അത് ഒറ്റാണെന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ സ്പോട്ടിൽ നിന്നും അത് കൊടുക്കുന്ന ലേഖകർ പറയുന്നത് ഞാൻ കേട്ടു. ഇത് ഒറ്റാണ്, ഞങ്ങൾക്കിത് വിളിച്ചു പറഞ്ഞു തന്നത് കോൺഗ്രസുകാരും BJP-കാരുമാണെന്ന്. അപ്പൊ ഈ ഒറ്റ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ കുട്ടി അത് പല സ്ഥലത്തിരുന്ന് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് ഒറ്റിയാൽ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് ഉറപ്പു വന്നിട്ട് ഒറ്റണമെങ്കിൽ ഈ കുട്ടിയും ഈ സംഘവും ഇതവിടെ മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ.
നമ്മൾ ലഹരിക്കെതിരെയൊക്കെ തന്നെ വലിയ ഡ്രൈവ് നടത്തുകയും ലഹരി മൂത്ത് അതിന്റെ തീക്ഷ്ണമായ രംഗങ്ങളൊക്കെ തന്നെ റോഡിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു FIR എക്സൈസ് വകുപ്പ് ഇട്ട ഒരു FIR-നെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നിയമപരമായി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ അധികാരത്തിന്റെ അല്ലെങ്കിൽ താൻപോരിമ അതൊക്കെയാണോ ഈ വാക്കുകളിൽ കൂടി നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ കാണേണ്ടി വരുന്നത്? 5 മാസം മാത്രം റിട്ടയർ ചെയ്യാൻ ബാക്കിയിരിക്കുന്ന, വേണമെങ്കിൽ പറഞ്ഞാൽ ഭാഗികമായിട്ടുള്ളൊരു വൃദ്ധനെ MLA-യുടെ മകൻ കഞ്ചാവ് വലിച്ചതിന് പിടിച്ചതിനെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും മറ്റും ചെയ്തിട്ടുള്ള ഒരു മന്ത്രിസഭ നമ്മുടെ നാട്ടിലുള്ളപ്പോ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ നീതി കിട്ടാനാണ്? വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് വ്യക്തിബോധം സമൂഹത്തിന് വളർത്തുക എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ വാക്കും, ഓരോ നോട്ടവും, ഓരോ ചലനങ്ങൾ പോലും മറ്റുള്ളവർക്ക് സന്ദേശങ്ങളാകണമെന്നാണ് ഈ EMS അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനത്തെ വ്യക്തികൾ, സമൂഹത്തിന് സന്ദേശം നൽകേണ്ട വ്യക്തികൾ. ഞാൻ ഇദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ വായിൽ ഇപ്പൊ വരുന്നത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഇത്തരത്തിലൊരു മകനുണ്ടാവുകയും ആ മകൻ ഇതുമാതിരി കഞ്ചാവ് വലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തെ ഇത്ര ലാഘവമായി കണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമോ? പ്രതിഭയുടെ മകനെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഞാനിത് ഗ്യാരണ്ടി പറയുന്നു. ഒന്നും സംഭവിക്കില്ല. പുഷ്പം പോലെ. കാരണം പിടിച്ചെടുത്ത 90 ഗ്രാം കഞ്ചാവ് 3 ഗ്രാമാക്കി മാറ്റാമെങ്കിൽ ഈ കേസിനെ ഇല്ലാതാക്കാൻ ഈ ഭരണകക്ഷിക്ക് കഴിയും. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, ഇതോടുകൂടി തന്നെ പ്രതിഭയുടെ മകൻ ചെയ്തത് ശരിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരം വിടുവായത്വം വിളിച്ചു പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. MM മണിയായാലും വിജയരാഘവനായാലും സജി ചെറിയാനായാലും വാക്കുകളെ നിയന്ത്രിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ പാർട്ടി പൂതലിച്ചു പോയ അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരുത്താൻ പോകുകയാണ്, പാർട്ടിയുടെ താഴെ തലം തൊട്ട് തിരുത്തുമെന്ന് പറഞ്ഞിട്ടുള്ളവർ തന്നെ ഇത്തരമുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിയും സർക്കാരിനെയും വെട്ടിലാക്കിയത്, പ്രതിസന്ധിയിലാക്കിയത് പുതിയ കാര്യമല്ല, ആദ്യ കാര്യമല്ല. പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞത് എന്താണ്? അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യമാണ്. സമൂഹത്തിന് മൂല്യവത്തായ കാര്യങ്ങൾ അദ്ദേഹം വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രഹസ്യമായി വലിച്ചോട്ടെ. അദ്ദേഹം പക്ഷെ അതൊരു പൊതുവേദിയിൽ വന്ന് ഒരു മന്ത്രി അത്രയും ആളുകളിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളൊക്കെ ഉള്ള കാലത്ത് വന്ന് പറയുമ്പോൾ അതിന് ഒരു തെറ്റായ വശമില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ സജി ചെറിയാൻ സംസാരിക്കുന്നത്? മാത്രമല്ല, ഈ കേസിൽ അങ്ങനെ ഒരു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുമില്ല. 9ാം പ്രതിയാണ്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കേസുമല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഒരു വേദിയിൽ, പബ്ലിക് വേദിയിൽ അങ്ങ് തുറന്നടിക്കുകയാണ് ഒരു മന്ത്രി. ഗൗരവമല്ലേ കാര്യം? പ്രതീക്ഷ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ 2 കാര്യങ്ങളോട് യോജിക്കാത്ത ഒരാളല്ല. വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തി. കാരണം പൊതുവെ അദ്ദേഹം ഒരു നിഷ്കളങ്കനായ, തുറന്ന് സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനത്തെ പാലിച്ചു വരുന്നത്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളെ കുട്ടികളെല്ലാം അവർ വലിക്കുന്നതെന്ന് വെച്ചാൽ, ആ വലി എന്ന് പറഞ്ഞത് കഞ്ചാവ് എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. വലിക്കുന്നത് തെറ്റില്ല, ഞാനും വല്ലപ്പോഴും വലിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ വരാൻ പാടില്ല. വലിക്കുന്ന മന്ത്രിമാരും അല്ലാത്തവരൊക്കെ നമ്മുടെ നാട്ടിൽ പാലാകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ UDF ഭരിക്കുന്ന കാലത്ത് ഒരു മന്ത്രിയുടെ ഇന്റർവ്യൂ കൈരളിക്ക് വേണ്ടി എടുക്കാൻ ചെന്നപ്പോൾ ആ മന്ത്രി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പേരൊന്നും പറയത്തില്ല, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VD സതീശൻ ഒരു ആളെ കുറിച്ച്, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. അത് മാധ്യമങ്ങളിലൂടെ വന്നതാണ്, ചർച്ചയ്ക്ക് തീർന്നില്ല. ആ കുട്ടി എന്റെ മടിയിൽ ഇരുന്ന് വളർന്ന ഇപ്പോൾ കൈവിട്ടു പോയെന്ന് പറഞ്ഞു. മയക്കുമരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എനിക്കിത് പറയാൻ വേറൊരു കാരണമുണ്ട്. എനിക്ക് അല്പസമയം തരണം. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ പറഞ്ഞത് ഞാൻ തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷമായിട്ട് പറയാം, ഞാൻ ഈ ലഹരി ഉപയോഗത്തിനോടോ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനോടും ഈ വലിക്കുന്നതിനോടൊക്കെ ശക്തമായ എതിർപ്പുള്ളതാണ്. അവർ തുറന്നൊക്കെ പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ലഹരി എന്ന് പറയുന്നത് ഈ പറയുന്ന മയക്കുമരുന്ന് ലഹരിയുടെ കാര്യത്തിൽ. എന്നാൽ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ എക്സൈസ് ഉദ്യോഗസ്ഥര് ഈ വിഷയത്തിൽ കാണിച്ചൊരു തിടുക്കം അനാവശ്യമായത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ കുട്ടികളെ അവർ പോയി കസ്റ്റഡിയിൽ എടുക്കുന്നു. 3 ഗ്രാമാണ് കിട്ടിയെന്നാണ് FIR-ൽ കൊടുത്തിരിക്കുന്നത്. 3 ഗ്രാം. അത് എത്ര ഗ്രാം കൂടുതലുണ്ടെന്നൊക്കെ വ്യാഖ്യാനങ്ങളാണ്, തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. 3 ഗ്രാം. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു വിവരം നൽകി അല്ലെങ്കിൽ എക്സൈസോ മറ്റോ അവിടേക്ക് എത്തുകയാണെങ്കിൽ പിടിക്കട്ടെ. പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതിന് നിയമപരമായ രീതിയിൽ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് നിയമ പോരാട്ടം നടത്താം. അതിന് വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഒരു ആക്ട് ഇട്ട്, NDPS ആക്ട് ഇട്ട് ഉള്ള കേസാണ്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ MLA-യുടെ മകനെങ്കിൽ MLA-ക്ക് അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്?
തെളിയിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് നിയമപരമായി എവിടെയും നമുക്ക് നീങ്ങാമല്ലോ. ആദ്യം ചെയ്തെന്താണ്? MLA ഏകപക്ഷീയമായി ഒരു ലൈവ് ഇടുകയാണ്, മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ച് തെറി വിളിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ പറയണം, എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമവഴി സ്വീകരിക്കട്ടെ, ഞാൻ അതിന് പിന്നാലെ പോകും, അതിനുശേഷം തെറ്റാണെങ്കിൽ ആ രീതിയിലേക്ക് ഒരു പ്രസ്താവന നടത്തിയില്ല ഈ ബഹുമാനപ്പെട്ട MLA. രണ്ടെന്താണ്? ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. ആ മന്ത്രിയിൽ നിന്നുണ്ടാകുന്ന സന്ദേശം എന്താണ്? MT വാസുദേവൻ നായരെ ഉപമിക്കുന്നത് എന്തിനോടാണ്? ഈ ഒരു NDPS കേസ് എടുത്ത ആ ഒരു സംഭവത്തോടാണ് ഉപമിക്കുന്നത്. MLA ഉപമിച്ചത് ആരോടാണ്? നമ്പി നാരായണനോട്. ആലോചിച്ച് നോക്കണം. അല്ല, ഞാന് തീർച്ചയായിട്ടും പ്രതീക്ഷ ഈ കാര്യത്തിൽ ഈ ചർച്ചയിൽ ഈ നിലപാടിനോട് ഞാൻ യോജിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. എല്ലാത്തിനെയും നമ്മൾ ന്യായീകരിക്കുന്നത് നമുക്ക് പറ്റത്തില്ല, കാരണം സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ കാണുന്നു. 3 ഗ്രാം എത്ര ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ വാർത്ത വന്നത് എന്താ? ചില മാധ്യമങ്ങൾ കൊടുത്തത് പ്രതിഭ MLA മകൻ കഞ്ചാവുമായി പിടിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ജനങ്ങൾ വിചാരിക്കുന്നത്? 9 പേരുണ്ടായിരുന്നു, 9 കുട്ടികൾ വലിക്കുന്നതായിട്ട് കണ്ടായിട്ട് അതിനകത്ത് യാതൊരു തെളിവുമില്ല. അപ്പോൾ ഈ പ്രതിഭ ഹരിയെ ടാർഗറ്റ് ചെയ്തൊരു വാർത്ത കൊടുത്തുപോലെ കേരളത്തിൽ എവിടെയെല്ലാം ഡെയിലി കഞ്ചാവ് പിടിക്കുന്നു, കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കുന്നു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഒരു മിനി വാനിലാണ് കഞ്ചാവായിട്ട് പിടിച്ചത്. അപ്പൊ അതൊന്നും ആ പ്രാദേശിക വാർത്തകൾ ഒതുക്കേണ്ട. പക്ഷെ ഇതെല്ലാം ഭയങ്കരമായ രീതിയിലുള്ള വാർത്ത വന്നു. ഒരുപക്ഷെ MLA മകൻ ആ ഗാംഗിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഈ വാർത്താ പ്രാധാന്യം കിട്ടി. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, ഇവിടെ ആരെങ്കിലും ഒറ്റയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഈ വാർത്ത എങ്ങനെയാണ് ഈ 3 ഗ്രാമമായിട്ട് 9 കുട്ടികളെ പിടിക്കുന്ന വാർത്ത എങ്ങനെയാണ് ഇത്ര ഹൈലൈറ്റിൽ വരാൻ മാത്രമേ എക്സൈസിന്റെ കയ്യിൽ നിന്ന് ഇത് ചോരാതെ കൂടി ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത വരത്തില്ല. അത് തന്നെയല്ല, ഒരു കുട്ടീനെ ആകെ കുട്ടിയൊന്നുമല്ല, പയ്യന് 21 വയസ്സുണ്ട്. അജാസ് സാർ 15 പേരാണെന്ന് തെറ്റാണ്, 21 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ ഒരു അമ്മയുടെ വൈകാരികത, അവരൊരു പൊതുപ്രവർത്തനം നിൽക്കുന്ന നല്ല ജനകീയ അടുത്തുള്ള ഒരു MLA, എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ അവര് വൈകാരികമായി പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങൾ കടന്നുപോയിന്ന് ഒരു ചാനലിൽ ഇരുന്ന് തുറന്നു പറഞ്ഞ ഒരാളാക്കാൻ എനിക്ക് ഞാൻ അത് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അവർ അത്രയും പറയണ്ടായിരുന്നു പറഞ്ഞൊരാളാ. അവര് മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്ത് അതൊക്കെ അവരുടെ വൈകാരികമായ ഒരു അമ്മയുടെ സ്ഥാനത്തുനിന്നുള്ള അവരുടെ വിഷമങ്ങൾക്കൊന്നും നമുക്ക്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മൾ സജി ചെറിയാന്റെ 2ാമത്തെ ബൈറ്റ് എടുക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമുള്ള ബൈറ്റിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹം അപ്പോഴും പറയുന്നതാണ്, ആരോ വിളിച്ചു പറഞ്ഞു കൊടുത്ത് അവിടേക്ക് എത്തിയതാണ്, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ വാക്കിൽ ഒരു ഖേദവുമില്ല. അല്ല, അത് അദ്ദേഹം പറഞ്ഞാൽ ശരിയാ. കാരണം ആരോ ഒറ്റിയതാണ് ഒരു MLA, ഒരു ഇടതുപക്ഷ CPM-ന്റെ MLA ആയതുകൊണ്ട് ആരോ വിളിച്ചു പറഞ്ഞു ഇവരുടെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ 3 ഗ്രാമമാണ് കണ്ടുപിടിച്ചതുകൊണ്ട് അറിയണം. 3 ഗ്രാമിൽ 1 ഗ്രാമിൽ തെറ്റ് തന്നെയാ. നേരത്തെ പ്രതീക്ഷ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാനും ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിഭ MLA ഞാൻ വളരെ പിന്തുണയ്ക്കുന്ന ഒരു MLA, എനിക്ക് വളരെ ഇഷ്ടം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്. അവർ വൈകാരികമായി പ്രതികരിച്ചു. അതിൽ അവർ 1-2 കാര്യങ്ങളോട് 2ാമത്തെ വീഡിയോയിൽ പറഞ്ഞു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് 1-2 മാധ്യമ പ്രവർത്തകരെ പിൻപോയിന്റ് ചെയ്തുകൊണ്ട് പിന്നെ 1-2 കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ട് അത് ഒരുപക്ഷെ അവരുടെ ആ വൈകാരികമായി അവർ വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു മോഡൽ MLA, ഒരു മോഡൽ പ്രവർത്തനം നടത്തുന്ന MLA നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സജീവൻ പറഞ്ഞതിന്റെ പിന്നെ എന്ത് കോൺട്രസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, ഒരുപാട് ശരികളുണ്ട്. കാരണം അതാ ഞാൻ പറഞ്ഞത്, മയക്കുമരുന്ന് കഞ്ചാവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. എന്നാൽ ഇത് നമ്മളെ കാർന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മളെ യുവതലമുറയെ മയക്കുമരുന്ന് ലോബിയ, ഈ നീച ലോബി കേരളത്തിൽ, ഈ മാഫിയ ലോബി എന്ന് പറയാൻ പറ്റില്ല, ഈ മാഫിയ കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ കുട്ടികള്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒക്കെ കാരിയറാക്കിക്കൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തെ തകർത്തോണ്ടിരിക്കുക. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിനെതിരെയുള്ള ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, പ്രതിഭ MLA ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുത്ത ഈ വാർത്തയ്ക്കകത്തൊരു അവർക്കൊരു മോട്ടോ ഉണ്ടായത്. എന്താ? അവരെ ടാർഗറ്റ് ചെയ്യുക, അല്ലെ അവരെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതിനെതിരെ അവർ പ്രതികരിച്ചു. പക്ഷേ ഞാനിവിടെ കുറ്റവാളിയായിട്ട് കാണുന്നത് ഇവരെ ആരെയല്ല, നമ്മുടെ സമൂഹത്തിനെ തന്നെ. എന്താ കാരണം? നമ്മുടെ സമൂഹം കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത്തരം മാഫിയകൾക്കെതിരെ പ്രതികരിക്കുന്ന സമയം അതിക്രമിച്ചു. പക്ഷെ നമ്മുടെ ജനത്തിന് ഭയമാണ്. അപ്പോഴും അവിടെയാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ വളരെ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ അതിന് വളരെ ഗൗരവം കാണേണ്ടതാണ്. ഒരു തെറ്റായ സന്ദേശം ആ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ശ്രീ MK ഹരിദാസ് ഈ ഖേദപ്രകടനം പോലും അദ്ദേഹം നടത്തുന്നില്ല. അപ്പോൾ പുതിയ കാര്യമല്ല, ഒരു ലൈസൻസ് ഇല്ലാതെ ഉള്ള അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാര്യവുമല്ല. അപ്പോൾ ഇതിനെ കുട്ടികളൊക്കെ, അല്ലെ പാർട്ടിക്കാരോ, അല്ലെ ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്ന ആളുകൾക്കൊക്കെ ഒരു ലൈസൻസ് പോലെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് അല്പം മൂല്യവത്തായ രീതിയിലൊക്കെ രഹസ്യ സ്വഭാവം എന്ന രീതിയിൽ അവനവന്റെ സ്വകാര്യ ഇടങ്ങളിലൊക്കെ അതൊക്കെ ചെയ്തോളൂ, അല്ലെ? പക്ഷെ പുകവലി അദ്ദേഹം അതൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം ഒരു മന്ത്രിയാണ്. മന്ത്രി നൽകുന്ന വാചകങ്ങൾ മാതൃകാപരമായിരിക്കണം. അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഒരു പക്വത ഇല്ലാത്ത രീതിയിൽ സജി ചെറിയാൻ പെരുമാറിയോ? നോക്കൂ,
രാവിലെ പത്രം എടുത്തു നിർത്തിയാൽ വാർത്തകൾ ടിവിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ 2-3 പത്രങ്ങൾ വായിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ആഴ്ചയിൽ 2-3 ലഹരിക്കടത്ത് കേസിലും ലഹരി ഉപയോഗ കേസിലും പോക്സോ കേസിലും പെടുന്നത് ഇവിടുത്തെ DYFIക്കാരും SFIക്കാരുമാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞാൽ ശ്രീ റെജി ലൂക്കോസ് അതിനെ എതിർക്കുകയാണെങ്കിൽ പേപ്പർ കട്ടിങ്ങുകൾ ഞാൻ അങ്ങേക്ക് കൊറിയറായിട്ട് അയച്ചു തരാം. അപ്പൊ അങ്ങനെ ഈ DYFI എന്ന് പറയുന്ന യുവജന സംഘടനയും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും അങ്ങേയറ്റം പ്രതിസന്ധി നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളും വിദ്യാർത്ഥികളും കടക്കാതിരിക്കാൻ വേണ്ട പ്രചോദനമാകുന്ന വാക്കുകൾ പറയേണ്ട ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഇത്തരത്തിൽ വിളിച്ചു പറയുകയും വീണ്ടും മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞതും എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഭ റെജി ലൂക്കോസ് പറഞ്ഞതുമാതിരി തന്നെ അവരെ ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അവർ നന്നായി നല്ല നിലയിൽ MLA ആയിട്ട് CPM-ന്റെ MLA ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അറിയാം. പക്ഷെ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ടോന്ന് അറിയോ? ഒരു പ്രതിപക്ഷ MLA-യുടെ മുഖംമൂടി കൂടി എടുത്തണിഞ്ഞിട്ട് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിഭയുടെ മകൻ 14 വയസ്സായാലും 21 വയസ്സായാലും ഈ കേസിൽ പെട്ടതിന് മറ്റു പാർട്ടികളിലെ ആളുകൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ CPM-ന്റെ ആൾക്കാരാണ് സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അവിടെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ധനം പകരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗപ്പെടുന്നുവെങ്കിൽ അത് കൂടുതൽ ആപത്ത് വരുത്തുകയുള്ളൂ എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. എന്താണ് വേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ ആലപ്പുഴയിലെ CPM-ന്റെ ഒരു പ്രവർത്തകൻ ലഹരിക്കടത്ത് കേസിൽ അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചപ്പോഴും ഇതേമാതിരി സജി ചെറിയൻ വിളിച്ചു പറയുകയാണ്, ലഹരിക്കടത്ത് നടത്താൻ വേണ്ടി വാഹനം വിട്ടുകൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇത്തരം വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന CPM-ന്റെ പ്രവർത്തകർക്കൊക്കെ തന്നെ പ്രചോദനമാകുമെന്നുള്ള ബോധം സജി ചെറിയാനെ പോലുള്ളവർക്ക് വേണം. MK ഹരിദാസിന്റെ മകൻ ശ്രീ റെജി ലൂക്കോസ്, MK ഹരിദാസിന്റെ മകൻ 3 ഗ്രാം കഞ്ചാവുമായി പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിനകം ജാമ്യം കിട്ടാതെ അവൻ ഇപ്പോഴും ജയിലിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ താങ്കൾക്കറിയോ, കാക്കനാട് ജില്ലാ ജയിലിൽ 14-15 ബംഗാളികൾ അല്ലെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ കിടക്കുന്നത് എന്തിനാണെന്നറിയോ? 5-8 ഗ്രാം കഞ്ചാവ് ജോലി കഴിഞ്ഞ് വരുമ്പോ അവരുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവരുടെ താവളത്തിൽ പോയിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് കൈവശം വെച്ചത് വഴിയിൽ വെച്ച് പിടിച്ചതിനാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഒറ്റിന്റെ കാര്യം, ആ സമൂഹത്തിന്റെ ബാധ്യതയാണ് ആ ഒറ്റി കൊടുത്തവരെ ശത്രുക്കളായി കാണാതെ, ആ പിടിച്ച ഉദ്യോഗസ്ഥനെ ശത്രുവായി കണ്ട് സ്ഥലം മാറ്റാതെ ഇതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് പ്രതിഭ പറയണമായിരുന്നു, ഇത് നീതിയുടെ വഴിക്കും നിയമത്തിന്റെ വഴിക്കും പോട്ടെ എന്ന്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഒറ്റുകാരായി കാണരുത്. കാരണം ഇത്തരം ഇൻഫർമേഷൻ നൽകുന്നവരെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ അധമവാക്കുകൾ ചുരിഞ്ഞുമൊക്കെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ട മന്ത്രിയാണ് പുകവലിയെ അങ്ങനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. അതിലെന്തെങ്കിലും ഖേദം അദ്ദേഹം പിന്നീട് പ്രകടിപ്പിച്ചില്ല. ഇരുത്തി ചിന്തിക്കട്ടെ മന്ത്രിയും പാർട്ടിയും ആ വാചകങ്ങളെ കുറിച്ച്. വളരെയധികം നന്ദി നിലപാടുകൾ അറിയിച്ച ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം MK ഹരിദാസ്.